സത്യം ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് ഈശ്വര ഇത് വേണോ, എന്നെ പറ്റും, പേടിയായിരുന്നു സത്യം. അപ്പോഴാണ് എനിക്ക് നല്ലോണം പേടിയായത്. എന്നോട് പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. എനിക്കതൊരു പ്രശ്നമല്ല. ഇംഗ്ലീഷേ സംസാരിക്കാൻ അറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. ഹെലൻ കെല്ലർ സംസാരിച്ചിട്ടില്ല, കേട്ടിട്ടില്ല ലൈഫ് ലോങ്. അപ്പോൾ ആനി സലിവൻ പോലത്തെ ഒരാൾക്ക് ഹെലൻ കെല്ലറിനെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത ഈ കുഞ്ഞുമോളെ എനിക്ക് ലോകം കാണിക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞത് ലോകം കാണാൻ ഇംഗ്ലീഷ് അറിയുന്നൊന്നുമില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ജീവൻ മൊത്തം ഫാമിലി എല്ലാരും ഇംഗ്ലീഷാ സംസാരിക്കാം മൊത്തം. അപ്പൊ എനിക്ക് ടെൻഷനാ, ഈശ്വരോ എന്തോന്ന് പറയും എന്തോന്ന് പറയും. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പം എൻ്റെ കൂടെ അത്യാവശ്യത്തിന് ക്ലാസ് ഒക്കെ എടുത്തെടുക്കുമ്പോൾ ഞാൻ പോയിരിക്കും. അപ്പൊ ഞാൻ പറയാട്ടാ അവരെന്തെങ്കിലും ചോദിക്കുവോ. അപ്പൊ എനിക്ക് ഇപ്പം ലോൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ പറഞ്ഞു അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തോന്ന് പറയട്ടാ. കുഞ്ഞുമോളെ അവർക്ക് മലയാളം അറിയാം, കുഞ്ഞുമോൾക്ക് മലയാളം അറിയില്ലേ, അത് പറഞ്ഞാൽ മതി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചോ, അപ്പൊ പറഞ്ഞുതരാം. ശരിക്കും ഈ ഇന്നസെൻസ് ആണ് ശരിക്കും കുഞ്ഞുമോളെന്നുള്ള വിളിക്ക് പിന്നിൽ അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ തന്നെയാണ് കുഞ്ഞുമോളെ ഇട്ടത്. അതെ, എന്റെ ക്യൂട്ട്നെസ് അങ്ങനെയാണ് വന്നത്. ബിക്കോസ് കൊച്ചുകുട്ടികളെ പോലെ മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞല്ലോ, കുറച്ച് മെച്ചൂർഡായ പ്രായമായ മകളുള്ളത് ഒരുപക്ഷെ കുറച്ചുകൂടെ നമുക്ക് ആശ്വാസമായി. ഇല്ലെങ്കിൽ ഒരുപക്ഷെ മകൻ ചെറുതാണ്, ബുദ്ധിപരമായി സംസാരിക്കുന്നതിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും മകളൊരു ആശ്വാസമായില്ലേ? ഇത്രയും പ്രായമായത് മകൾക്ക് ഒരു +2 കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു ആശ്വാസമല്ലേ ശരിക്കായത്? എന്നെക്കാളും ഞാൻ സത്യം പറയാച്ചാൽ എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനത് മോളായിട്ട് ഷെയർ ചെയ്യും. മോളെ ഇങ്ങനെ പറഞ്ഞു ഒരു കാര്യം ഞാൻ മറച്ചു പിടിക്കില്ല. മോളായിട്ട് മോളെന്നാ പറയണ്ടേ, ഞാൻ അവരോട് എന്നാ ഇത് ചോദിക്കും. ഞാൻ സത്യം അവളാണ് ചില സമയത്ത് എൻ്റെ അമ്മ. ഒരിക്കൽ പുറത്തു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ എന്താ മോളെ കൊണ്ടുപോവാണ്. അപ്പൊ ശരി, നേരത്തെ വീട്ടിൽ കൊണ്ടുവിടണം കേട്ടോ എന്റെ മോള്. അങ്ങനത്തെ ഫൺ കോൺവെർസേഷൻ. അതുപോലെ അവരെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് ഇപ്പൊ ടോവിനോയെ കാണണമെന്ന് മകള് പറയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താ പറ്റിയെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ അവാർഡ് നൈറ്റിന്റെ അന്ന് പോയപ്പോൾ അന്ന് എൻ്റെ കൂടെ വന്നിരുന്നു മോള് വന്നിരുന്നു. ഞാനും അമ്മയും കൂടെയാണ് പോയി, മോളുണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ 3 പേരും കൂടെ പോയിട്ട് അന്ന് ടോവിനോ സ്റ്റേജിലുണ്ടായിരുന്നു. കാണാൻ പറ്റിയില്ല. ആക്ച്വലി കുഞ്ഞുമോളുടെ സിസ്റ്ററുടെ മകൾ ആക്ട്രസ്സാണ്. അവർ ബാക്ക് സ്റ്റേജ് ഉണ്ടായിരുന്നു, ഫോട്ടോ എടുത്തു. അപ്പം മോൾക്കൊരു അന്നൊരു വിഷമം ഉണ്ടായി, അതായത് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ രാത്രിയായി, ഇറങ്ങാനുമായി. ആ സമയത്ത് ഫോട്ടോയും എടുക്കാൻ പറ്റിയില്ല. അന്ന് ARMന്റെ പ്രൊമോഷൻ നടക്കാം. അപ്പോൾ ആ ഫോട്ടോ എടുക്കാൻ പറ്റാത്തപ്പോൾ മോളുടെ വിഷമം എനിക്ക് ഐ ക്യാൻ സെൻസ് ഇറ്റ്. മോളന്ന് ആ ഒരു വിഷമം ഉണ്ടായിരുന്നു, ആ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ള ഒരു ഫാൻ വർഷിപ്പ്, ഐ ഡു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇന്ന് രാവിലെ തൊഴുതിട്ട് വരുന്ന വഴിക്ക് കുറേ ആൾക്കാർ വന്ന് ഫോട്ടോ എടുക്കുകയും കല്യാണത്തിൻ്റെ വിഷസ് അറിയിക്കുകയും എല്ലാം ചെയ്ത മൊമെൻറ്റ്സ് ഉണ്ട്. അവർക്ക് എടുക്കാൻ കിട്ടുന്നതിനേക്കാളും എത്രയോ വലുതാണ്, ബിക്കോസ് ഹീസ് എ ബിഗ് സ്റ്റാർ. അങ്ങനെ എൻ്റെ മോക്ക് വേണ്ടിയിട്ട് അത് ഞാൻ ഐ വിൽ ട്രൈ ആൻഡ് ഡു ദാറ്റ്. അത് ചെയ്യണം. കാരണം മോൾക്ക് അങ്ങനെ ഒരു സങ്കടം വരാൻ പാടില്ല. മോൾ ആഗ്രഹിച്ച ആ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു ഫോട്ടോ അല്ലേ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അത് ചെയ്ത് കൊടുക്കണം. സോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ബിക്കോസ് അന്ന് ഞാൻ കൂടെ പോയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അവാർഡ് നൈറ്റിന് ഐ കുഡ് ഹാവ് വാക്ക്ഡ് ഇൻ. പക്ഷേ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്രൈവസിയിലേക്ക് ബ്രീച്ച് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ബട്ട് ഐ നോ ദറ്റ് ഐ ക്യാൻ ഡു ഇറ്റ്. എൻ്റെ മോൾക്ക് വേണ്ടി ഞാനത് ചെയ്യും. അതുപോലെ തന്നെ സംഭവിക്കും. ഈ നാട് കാണണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. നാടെന്ന് പറയുന്ന പല അവസ്ഥകളുണ്ടാവും, വിദേശ രാജ്യങ്ങളുണ്ടാവും, ഇവിടെ തന്നെയുള്ള സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു സുഖം അനുഭവിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു രസമാണ് നാട് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം നാട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്, പക്ഷെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുള്ള ജോലികളാണ് രണ്ടുപേർക്കും. നാട് എങ്ങനെയാണ് കാണാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണത്തിന് മുന്നത്തെ ദിവസം ഞങ്ങൾ ഒരു ക്ഷേത്രം, മുണ്ടക്കയത്തിലുള്ള ഒരു ക്ഷേത്രം, വള്ളിയങ്കാവ് ക്ഷേത്രം. അവിടെ തെക്കൻമലയിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ട്രക്ക് ചെയ്ത് 4 പേരും നടന്നങ്ങ് പോയി വേർത്ത് കുളിച്ച് നിലവിളിച്ച്. ഇറ്റ് വാസ് ഫൺ. ആ ഒരു മൊമെന്റ് മതി. അതിൽ കാലുവേദന ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെ പ്രോബബ്ലി ചിലപ്പോൾ തൊട്ടടുത്ത ചായക്കടയിൽ പോയിട്ട് ചായ കുടിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ യാത്ര. ഈ വയസ്സായി കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിൽ പോകുന്നതായിരിക്കും ഏറ്റവും വലിയ യാത്ര. അപ്പോൾ ലോകം കാണുക എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ഹാപ്പൻ എവറി ഡേ. അതെപ്പോഴും ഞങ്ങൾ വിൽ ഫൈൻഡ് ടൈം. ലോകം കാണുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ വാക്കാണ്, വലിയ പാടാണ് അത് മനസ്സിലാക്കി എടുക്കുക. അതെ. ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ ക്യാരക്ടർ
അപ്പൂപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ, മൂർത്തി എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി നിങ്ങളുടെ മാരേജിന് സോഷ്യൽ മീഡിയയുടെ ഇടപെടലിൽ ദോഷകരമായിട്ട് ഇടപെടുന്നതിൻ്റെ ഒരു കാരണം ക്യാരക്ടറാണ്. അപ്പൂപ്പൻ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അപ്പൂപ്പൻ കുട്ടിയെ കല്യാണം കഴിച്ചു എന്നുള്ള അർത്ഥത്തിൽ എഴുതാൻ അവർക്ക് സഹായം. നല്ല കാലം കുഞ്ഞുമോൾ ആ സീരിയലില് ഇത് ചെയ്യാൻ പറ്റിയില്ല. ഒരു സിനിമയുടെ വന്ന കാരണം ഡേറ്റ് ക്ലാഷ് ഉണ്ടായി. അരണ്യം എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ഡേറ്റ് ക്ലാഷ് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ കൊച്ചുമകന്റെ അമ്മായിമ്മയെ തട്ടിക്കൊണ്ടുപോയിട്ടായിരിക്കും നിങ്ങൾ എഴുതുന്ന ടൈറ്റിൽ. അതുണ്ടായില്ല. ഓ, ഇപ്പൊ കുറച്ചുകൂടെ എവിടെയോ രക്ഷപ്പെട്ടു. കാരണം മൂർത്തി മുത്തശ്ശൻ കൊച്ചുമകന്റെ അമ്മായിമ്മയെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ ഹാപ്പൻസ് ഫോർ എ റീസൺ. ഈ ലോകത്ത് ഒരു റീസൺ ഇല്ലാതെ ഒരു ഇല പോലും താഴെ വീഴത്തില്ല. വേണമെങ്കിൽ ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്ന് പറയുന്നത് നടന്നങ്ങ് പോവാം. പക്ഷെ ആ ഫോളിങ് ലീഫിന്റെ റീസണും കൂടെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ലൈഫ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അത്ര ഇല്ല. അച്ഛൻ ചിരിച്ചു കാണാൻ, അമ്മ ചിരിച്ചു കാണാൻ, എൻ്റെ മക്കളെ ചിരിച്ചു കാണാൻ, എൻ്റെ കുഞ്ഞുമോളെ ചിരിച്ചു കാണാൻ, ഇതൊക്കെ ഉള്ളൂ. വേറെ ഒന്നും വലുതായിട്ടൊന്നും ആവശ്യമില്ല. അതെ, പ്രൊഫഷണലി ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പം മലബാർ ഗോൾഡും ക്ലബ് എഫും ഈ പറയുന്ന നമ്മുടെ സ്ഫടികം റീ റിലീസും ഒക്കെ നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാവുന്നതാണ്. പക്ഷെ 4000-ലധികം ആഡ്സ് ചെയ്തിട്ടുണ്ടെന്നാണ്. 22,000 അത്രയും ആഡ്സിന്റെ 22,000 കമേഴ്ഷ്യൽസ്. അത് ബെയർ മിനിമം കാൽക്കുലേഷൻ ആണ്. അതൊക്കെ ക്രോസ് ചെയ്ത് കാലം കുറേ ആയി. വേറെ ലെവൽ. ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ എല്ലാവർക്കും ചോദിക്കുന്ന ഒരു കാര്യം, ഒരു ദിവസം 15 മിനിറ്റ് ഉണ്ടോ? ഉണ്ടാവും. ഈ 15 മിനിറ്റിൽ ഒരു പേജ് എഴുതാമല്ലോ. ആസ് എ റൈറ്റിംഗ് കോച്ച് ഞാനത് പറയുന്ന ഒരു കാര്യമാണ്. ഈ 15 മിനിറ്റിൽ ഒരു പേജ് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് നടന്ന ഒരു യുണീക്ക് ഇൻസിഡൻറ്റ് ഇത്ര മാത്രമേ എഴുതാവൂ. 15 മിനിറ്റിൽ യു ഹാവ് ടു സ്റ്റോപ്പ്. ഒരു പേജ് കഴിഞ്ഞാലും യു ഹാവ് ടു സ്റ്റോപ്പ്. ഒരു വർഷം എഴുതി കഴിഞ്ഞാൽ യു ഹാവ് 365 പേജസ്. ഒരു ബുക്കിന് 90 പേജ് മതി. വിച്ച് മീൻസ് ഒരു വർഷത്തിൽ 4 ബുക്ക് എഴുതാം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ എഴുതിയ ബുക്സ് ഒക്കെ എവിടെ? ഈ 15 മിനിറ്റ് ഇല്ലാതായതല്ലോ, അല്ല, നമ്മൾ എഴുതാത്തതാണ്. അപ്പോൾ ഈ കമേഴ്ഷ്യൽസ് എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡിന്റെ ഒരു കമേഴ്ഷ്യൽ. 22,000 കമേഴ്ഷ്യൽ പറഞ്ഞാൽ വലുതൊന്നുമല്ല. എന്നെക്കാളൊക്കെ എത്രയോ ചെയ്ത ആൾക്കാരുണ്ടാവും. ഞാൻ പറയുന്ന 22,000 കമേഴ്ഷ്യൽസ് ബെയർ മിനിമം കാൽക്കുലേഷൻ. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് പ്രോബബ്ലി ഐ എൻജോയ്ഡ് വർക്കിംഗ് ദാറ്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചില സമയത്തൊക്കെ ലുലുവിൻ്റെയൊക്കെ ഐ തിങ്ക് ഐ വുഡ് ഹാവ് ഡൺ 14 ഡിഫറെൻറ്റ് കമേഴ്ഷ്യൽസ് എഴുതി. അതിൻ്റെ 3 ട്രാൻസ്ലേഷൻ, തമിഴ്, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്. ഈ 64 കമേഴ്ഷ്യൽ ഞാൻ ഒരു ദിവസം വോയിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 22,000 ഒക്കെ ചെറിയ നമ്പറാണ്. നമ്മളൊന്നും ഒന്നുമല്ല. ഒന്നും അല്ലാത്തത് കൊണ്ടല്ലേ എനിക്ക് കല്യാണത്തെ പ്രപ്പോസൽ വന്നപ്പോൾ പോയി. ഞാൻ പറയുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കൊശവനെ കാണുകയാണെന്നുണ്ടെങ്കിൽ, നോട്ട് അഗെയിൻസ്റ്റ്, ഞാൻ ജാതിയല്ല പറയണേ, ഒരു പോട്ടറിനെ കാണുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയും എന്തൊരു സൗകര്യം അത്. അല്ലെങ്കിൽ കൊശവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് സൗണ്ട്സ് വെരി ബാഡ്. കലം ഉണ്ടാക്കുന്നവൻ ഒരു ദിവസം അദ്ദേഹം 12-13 കലം ഈസി ആയിട്ട് 1 മണിക്കൂറിലൊക്കെ ഉണ്ടാക്കിയിട്ട് പോകും. ഞാൻ പോട്ടേഴ്സ് വീലിൽ ഇരുന്നിട്ട് ഞാൻ എത്ര ശ്രമിക്കുമ്പോഴും ഒരു പോട്ട് തീർക്കാൻ എനിക്ക് സമയമെടുക്കും. ഡസ് ദാറ്റ് മീൻ ഐ എം നത്തിങ്? ഇല്ല, എനിക്ക് അത്രയും പ്രാക്ടീസ് ഇല്ല. അത്രയേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഷീ വുഡ് ഓൾസോ ബിക്കം എ വോയിസ് ആർട്ടിസ്റ്റ്. 22,000 കമേഴ്ഷ്യൽസ് ചുമ്മാ അങ്ങ് ചെയ്യും. തീർച്ചയായിട്ടും അത്രയും ഉള്ളതില്ല. പക്ഷെ ഭാഷയിൽ ഇപ്പോൾ ഉറുദു, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, തമിഴ് ഏതൊക്കെയാവും? പിന്നെയുള്ള കന്നഡ, കുറച്ച് സിംഗളം, കുറച്ച് തഗാലോഗ്, കുറച്ച് സ്പാനിഷ്.